ഞാൻ രാവിലെ നമ്മുടെ അജിയുടെ വീട് സന്ദർശിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ അവിടെ നമ്മുടെ കടുവ ചവിട്ടിക്കൊന്ന പ്രജീഷിന്റെ വീട്ടിൽ പോയി. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും പറയുന്നത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു സംഭവം ആളുകൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്ന സ്ഥിതിയിലല്ല. അത്രയേറെ ജനങ്ങൾ രോഷാകുലരാണെന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. കേരളത്തിലെ മറ്റൊരു ജില്ലക്കും ഇല്ലാത്ത അത്രയും ഒരു ദയനീയാവസ്ഥയാണ് വയനാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കൃഷിനാശം, ഈ ജീവനാശമൊക്കെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിന്റെ മുമ്പിൽ വരെ സമരം നടത്തിയതാണ്. രാജ്ഭവന്റെ മുമ്പിൽ നടത്തി നിരന്തരമായ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഒരു മാർഗം. അപ്പോൾ അതിൽ വയനാട്ടിലെ ജനങ്ങളുടെ രോഷം കണക്കിലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഉന്നതതല യോഗം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ ചേരുകയും പ്രാദേശികാടിസ്ഥാനത്തിൽ അവരുടെ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുകയും ഒരു ജീവൻ പോലും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, മുന്നണി എന്നുള്ള നിലയിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രത്യേക അവസാനം നടന്ന ഈ ദാരുണ സംഭവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് സന്ദർശിച്ചു. മയക്കുവെടി വെച്ചുകൊണ്ട് ഇതിനെ തളക്കുക എന്ന നമ്മൾ അവലംബിക്കുന്ന രീതി, അതിന്റെ ഓർഡർ നേരത്തെ ഇട്ടതാണ്. ഇന്ന് നാളെയായിട്ട് അത് ഉണ്ടാവുന്നില്ല, ഇന്ന് തന്നെ പരമാവധി ഉണ്ടാവുന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. നമ്മുടെ അതിന് മുൻകൈ എടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആ കാര്യത്തിൽ പ്രതീക്ഷയിലാണുള്ളത്. അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ വിവരം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വന്യമൃഗം ഇറങ്ങി മടക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് വേണ്ടത്ര എത്തിയില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിൽ വ്യാപകമായുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളതാണ്. അത് ആവർത്തിക്കാതെ നോക്കാമുള്ളതല്ലാതെ മറ്റെന്താണ് ആ കാര്യത്തിൽ പറയാൻ കഴിയുക? ഒരു കാരണവശാലും ഇനി അങ്ങനത്തെ സംഭവം ഉണ്ടാകാതിരിക്കാമുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പൊതുവിൽ നാട്ടുകാരുടെ ഒരു അഭിപ്രായം. ഞാൻ ഇതിനകത്തുനിന്നറിയോ, ഇത് നമ്മളൊരു ബ്ലെയിം ഗെയിമിന്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഇപ്പം നിൽക്കുന്നത് സമീപകാലത്തായി ഒരു 4-5 ജീവനുകൾ നഷ്ടപ്പെട്ടു. അങ്ങനൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരാൾക്കും ഇനി ഊഹിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാൻ മാധ്യമ സുഹൃത്തുക്കളും ജനങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും കൂടെ എന്ത് ചെയ്യാമുള്ളതാണ്. സംഭവിച്ച കാര്യങ്ങളിലുള്ള വിശദമായ പരിശോധനയും കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ മറുപടി എടുക്കണം. അത് ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭാവിയിൽ എനിക്ക് ഒന്നും ആവർത്തിക്കാതിരിക്കാനുള്ളതിനാണ് നമ്മൾ മുൻകൈ എടുക്കേണ്ടത്. ഇത്ര സംഭവം ഉണ്ടായിട്ടും വനമന്ത്രി ഒന്ന് വയനാട്ടിലേക്ക് എത്തിയില്ല. എല്ലാ ആളുകളും പറയുന്ന പരാതിയാണ്, മരിച്ച ദിവസം മുതൽ ഈ ദിവസം വരെയായി ഇതുവരെ എത്തിയിട്ടില്ല. ഒരു ജനങ്ങൾക്ക് നിങ്ങള് മീഡിയയിലെ സുഹൃത്തുക്കളും അതുപോലെ ജനങ്ങളും പറയുന്ന പരാതികളെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ശ്രമം നടത്താം. നിങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഞാനിവിടെ സന്ദർശിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് എനിക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ട്. ഈ കാര്യം ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ ഞാൻ തീർച്ചയായിട്ടും പെടുത്തും. ഒന്നാമത്തെ കാര്യം, എന്റെ തോന്നലുകൾക്ക് ആ കാര്യത്തിനകത്തൊരു പ്രസക്തിയില്ല. എന്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് ഇത്തരം ഘട്ടങ്ങളിൽ എത്താമുള്ളതുകൊണ്ടാണ് ഞാൻ എത്തുന്നത്. പക്ഷെ എന്റേതായ രീതിയിലുള്ള തിരക്കുകളും എന്റേതായ കാര്യങ്ങളും ആവണമെന്നില്ല ആളുകൾക്ക്. അപ്പൊ ഞാൻ വേറൊരാളെ ഉപദേശിക്കാൻ ആ കാര്യത്തിൽ ഒരു അർഹനല്ല. നിങ്ങൾ പറഞ്ഞ വികാരം മാനിച്ചുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽ ഞാൻ ഇന്ന് തന്നെ ആ കാര്യം പെടുത്താം.